പോട്ടെ. വരുമ്പോ ഇത് അങ്ങനെ എടാ എടാ ശ്രീരാജ് അതൊന്നും മുകളിലോട്ട് തട്ടിയടാ. ആകാശത്തോട്ടാണ് വെച്ചാണ്. ഗ്ലാസ്സൊക്കെ മാറ്റാൻ പറ. ഗ്ലെയർ വേണ്ടിണ്ടെന്ന് പറ. അല്ല മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ താങ്ക് യു. സിനിമ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കും, ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രൂ എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. പ്ലീസ് ഗോ അഹെഡ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. എല്ലാവരും നല്ലത് മാത്രമാണ് സിനിമയെ പറ്റി പറയുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇവിടെ വന്ന എല്ലാ മീഡിയ ഫ്രണ്ട്സിനും ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളത് സംസാരിക്കട്ടെ. നിങ്ങൾ ചോദിച്ചാൽ മതി. കണ്ടിട്ടില്ല. തല്ലുമാലിക്ക് ശേഷം ഒരു ബോക്സിംഗ് ഒരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ കാലത്തിന് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെ പ്രേക്ഷകരെ ഏറ്റെടുത്തു? ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ല, ഞാൻ 7 മണിക്കാണ് ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കുറെ കഷ്ടപ്പെട്ടു. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല. അവരെ ഇപ്പം സിനിമയാണെങ്കിൽ തന്നെയും അതായത് അവർ ഐഡിയയിൽ വിശ്വമാണ് എന്ന അർത്ഥത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഇപ്പൊ നെസ്ലിനെ പോലെ ഇപ്പം പീക്കി നിൽക്കുന്ന ഒരാള് അയാളുടെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം ബേസിക്കലി അത് എങ്ങനെയായിരുന്നു നോക്കി കണ്ട ഒരു ഡയറക്ടർ? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഉത്തരവാദിത്തമാണ്. 6 പാക്ക് നായകനും അതൊട്ടിച്ചിട്ടില്ല. ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള സോ ഇവരിൽ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. ബോക്സിംഗ് അറിയാവുന്ന ആളുകൾ ഇങ്ങോട്ട് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ, ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു സിനിമോട്ടോഗ്രാഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചാലഞ്ചിങ് ആണ്? സോ അതന്ന് ആരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ല, ഈസി ആയിട്ട് വന്നോ? ഇല്ല, ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ആലപ്പുഴ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഈ ബേസിക്കലി നമ്മൾ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പടം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫാൻസി ആയിട്ടൊന്നും അതിൽ കാണാനും പറ്റില്ല. ഇറ്റ്സ് വെരി കണ്ടംപററി ആണ് ഇപ്പോഴും സിനിമ. ഫസ്റ്റ് ഹാഫ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? It was really nice. See you in the Asmin. Bye.